വെൽക്കം ടു എജുബി. RRB NDPCയുടെ ഗ്രാജുവേറ്റ് അണ്ടർ ഗ്രാജുവേറ്റ് ലെവൽ എക്സാംസ് വന്ന കാര്യം അറിഞ്ഞിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനി അടുത്ത സ്റ്റെപ്പ് എന്താണ്? അതെ, പ്രിപ്പറേഷൻ. ഒരു ബെസ്റ്റ് പ്രിപ്പറേഷനാണ് ഒരു ഉദ്യോഗാർത്ഥിയുടെ ഏറ്റവും ബേസ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള RRB NDPCയുടെ 90 days ബെസ്റ്റ് പെർഫെക്റ്റ് സ്റ്റഡി പ്ലാനായിട്ടാണ് ഇന്നത്തെ വീഡിയോ വന്നിരിക്കുന്നത്. അപ്പോൾ RRB NDPCയുടെ എക്സാംസ് എന്ന് പറയുമ്പോൾ CBT 1 ഉണ്ടാവും, CBT 2 ഉണ്ടാവും. ഇതിൽ CBT 1ന്റെ എക്സാം പാറ്റേൺ എന്ന് പറയുന്നത് മാത്സ് ഉണ്ടാവും, റീസണിങ് ഉണ്ടാവും, ജനറൽ ഇന്റലിജൻസ് റീസണിങ് ഉണ്ടാവും, അതുപോലെ തന്നെ ജനറൽ അവയർനെസ് ഉണ്ടാവും. മാത്സ് എന്ന് പറയുമ്പോൾ 30 ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. അതുപോലെ ഓരോ ക്വസ്റ്റ്യൻസിനും ഓരോ മാർക്ക് വെച്ചായിരിക്കും വരുന്നത്. 30 മാർക്സ് ആണ് വരുന്നത് ടോട്ടൽ. അതുപോലെ റീസണിങ് നോക്കുകയാണെങ്കിൽ 30 ക്വസ്റ്റ്യൻസ് ഉണ്ട്, 30 മാർക്സ് വരും. ജനറൽ അവയർനെസിന്റെ കാര്യം വരുമ്പോൾ 40 ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾക്ക് വരുന്നത്. ഇവിടെ 40 ക്വസ്റ്റ്യൻസ്, അതായത് 40 മാർക്സ് ആണ് ഇവിടെ ജനറൽ അവയർനെസിന്റെ പോർഷനിൽ നിന്ന് നിങ്ങൾക്ക് ചോദിക്കുന്നത്. അപ്പോൾ ഏറ്റവും കൂടുതൽ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ട ഒരു ഏരിയ ആണ് ജനറൽ അവയർനെസ് എന്ന് പറയുന്നത്. ടോട്ടൽ ആക്കി നമുക്ക് 100 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, 100 മാർക്സ് ആയിരിക്കും വരുന്നത്. നെഗറ്റീവ് മാർക്കിംഗ് ഉണ്ടോ? ഉണ്ട്. നെഗറ്റീവ് മാർക്കിങ്സ് 1/3, ഒരു തെറ്റിന് 1/3 മാർക്ക് എന്ന രീതിക്കായിരിക്കും നെഗറ്റീവ് മാർക്കിംഗ് വരുന്നത്. ഇതുപോലെ CBT 2 നോക്കുകയാണെങ്കിൽ CBT 2ൽ മാത്തമെറ്റിക്സ് ഉണ്ട്, റീസണിങ് ഉണ്ട്, ജനറൽ അവയർനെസ് ഉണ്ട്. സെയിം അതേ സിലബസ് തന്നെയാണ്, പക്ഷെ കുറച്ചുകൂടെ വാസ്റ്റ് ആയിട്ട് എന്ത് ചെയ്യും, ക്വസ്റ്റ്യൻസ് ചോദിക്കും. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ക്വസ്റ്റ്യൻസിന്റെ നമ്പറാണ്, എണ്ണം. അതെ, 35 ക്വസ്റ്റ്യൻസ് ആണ് മാത്സിൽ ചോദിക്കുന്നത്. അതുപോലെ റീസണിങ്ങിൽ 35 ക്വസ്റ്റ്യൻസ്. ജനറൽ അവയർനെസിന്റെ കാര്യം വരുമ്പോൾ 50 ക്വസ്റ്റ്യൻസ് ആണ് ജനറൽ അവയർനെസിന്റെ ഏരിയയിൽ നിന്ന് മാത്രം ചോദിക്കുന്നത്. 50 ക്വസ്റ്റ്യൻസ്, 50 മാർക്സിന് വേണ്ടി. അപ്പൊ ടോട്ടൽ ഇവിടെ നോക്കിയാൽ 120 മാർക്സിനാണ് CBT 2 വരുന്നത്. CBT 1ൽ നമ്മൾ എത്ര മാർക്കാണ് പറഞ്ഞത്? 100 മാർക്സ് ആണ് പറഞ്ഞത്. പക്ഷെ CBT 2ൽ 120 മാർക്സിനാണ് ടോട്ടൽ വരുന്നത്. പക്ഷേ ഇവിടെ ഒരു ചേഞ്ച് മാത്രം വരുന്നില്ല. എന്തിനാണ്? ടൈമിനാണ്. ടൈമിന്റെ ഡ്യൂറേഷൻ. CBT 1ൽ നമ്മൾ പറഞ്ഞു 1 hour 30 minutes അല്ലെങ്കിൽ 90 minutes ആണ് CBT 1ന്റെ ടൈം ഡ്യൂറേഷൻ എങ്കിൽ അതേ ടൈം തന്നെയാണ് ഈ 120 മാർക്സിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നത് CBT 2ൽ വരുമ്പോഴും നമുക്കുള്ള ടൈം ഡ്യൂറേഷൻ എന്ന് പറയുന്നത് 90 minutes തന്നെയാണ്. അപ്പൊ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്തായിരിക്കും? ടൈം മാനേജ്മെന്റ്. ഒരേ ടൈമിൽ ഒരു പ്രാവശ്യം നടക്കുന്ന CBT 1ന്റെ എക്സാം എന്ന് പറയുന്നത് 100 മാർക്സിനും അതുപോലെ തന്നെ CBT 2 എന്ന് പറയുന്നത് 90 minutesൽ തന്നെ 120 മാർക്സിനാണ് വരുന്നത്. അപ്പൊ ഇവിടെ നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് വേണ്ട ഒരു സാധനം ടൈം മാനേജ്മെന്റ് ആണ്. എന്ത് ചെയ്യുക അതിനു വേണ്ടി? ഒരു പെർഫെക്റ്റ് സ്റ്റഡി പ്ലാൻ നിങ്ങൾ അതിനു വേണ്ടി യൂസ് ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഈ എക്സാം ക്ലിയർ ചെയ്യാൻ പറ്റും. അപ്പൊ നമുക്ക് സ്റ്റഡി പ്ലാൻ നോക്കാം. ഒരു 90 ഡേയ്സിന്റെ ഒരു സ്റ്റഡി പ്ലാനാണ് നമ്മൾ ഇവിടെ എന്ത് ചെയ്തിട്ടുള്ളത്? പ്ലാൻ ചെയ്തിട്ടുള്ളത്. ഓക്കെ, കോൺസിന്റെ ഏരിയാസിൽ നിന്ന് ഒരു എന്ത് ചെയ്യുക, 3 hours എന്ത് ചെയ്യുക, മിനിമം നിങ്ങൾ കൊടുക്കുക. ഒരു മാക്സിമം 3 hours നിങ്ങൾ എന്ത് ചെയ്യുക, കോൺസിന് വേണ്ടി കൊടുക്കുക. അതുപോലെ റീസണിങ്ങിൽ 2 to 3 hours കൊടുക്കുക ഒരു ഡേയിൽ. അതുപോലെ തന്നെ 2 hours മാക്സിമം കൊടുക്കേണ്ടത്, 2 അല്ലെങ്കിൽ 2+ hours മാക്സിമം നിങ്ങൾ കൊടുക്കേണ്ടത് ജനറൽ അവയർനെസിന്റെ ടോപ്പിക്കാണ്. ജനറൽ അവയർനെസ് എന്ന് പറയുന്നത് വാസ്റ്റ് ആയിട്ട് കിടക്കുന്ന ടോപ്പിക്കാണ്. എത്രത്തോളം നിങ്ങൾ കവർ ചെയ്യുന്നു, എത്രത്തോളം റിവിഷൻ ചെയ്യുന്നു, അതിനനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഡേ 1ൽ നമ്മൾ എന്ത് ചെയ്യുക, ബേസിക്സ് എല്ലാം ഒന്ന് സെറ്റ് ചെയ്ത് വെക്കുക. അതുപോലെ അനലോഗീസിന്റെ ഏരിയ, അതുപോലെ തന്നെ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, ഇത് മൂന്നുമാണ് ഏറ്റവും കൂടുതൽ മാർക്ക് എന്ന് പറയാൻ പറ്റത്തില്ല. ഒരു 10 മാർക്സിനൊക്കെ സയൻസിന്റെ ഏരിയാസിൽ നിന്ന് റെയിൽവേ എക്സാംസിന് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ നമ്മൾ എന്നും ഡെയിലി ചെയ്യേണ്ട കാര്യമാണ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിന്റെ വർക്കൗട്ട് സെഷൻ. എന്നും നമ്മൾ ഡെയിലി PYQന്റെ സെഷൻ കവർ ചെയ്തിരിക്കണം. നമ്മൾ പഠിച്ച ഏത് ടോപ്പിക്സ് ആണോ ആ ടോപ്പിക്സിൽ നിന്നുള്ള PYQ സെഷൻസ് നമ്മൾ എന്നും എന്ത് ചെയ്യണം, കവർ ചെയ്യണം. അങ്ങനെ ഡേ 2 എന്ന് പറയുമ്പോൾ സിംപ്ലിഫിക്കേഷൻ. ഏറ്റവും ബേസിക് ടോപ്പിക്സുകളിൽ നിന്നും ഇച്ചിരി പാടുള്ള ടോപ്പിക്സുകളിലേക്കാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, സ്റ്റഡി പ്ലാൻ സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആദ്യം നമ്മൾ ബേസിക്സ് കവർ ചെയ്തു കോണ്ടിൽ. സെക്കൻഡ് ഡേ നമ്മൾ എന്ത് ചെയ്യുക, സിംപ്ലിഫിക്കേഷൻ കവർ ചെയ്യുക. അതിൽ ഇച്ചിരി പാടുള്ള ഏരിയാസ് വരുമ്പോൾ അതെന്ത് ചെയ്യുക, റിപ്പീറ്റഡ് ആയിട്ട് നെക്സ്റ്റ് ഡേയും കൂടെ ആ ഒരു ടോപ്പിക്കിന് വേണ്ടി കൊടുക്കുക. അതായത് ഇവിടെ തന്നിട്ടുണ്ട് നിങ്ങൾക്ക് ഈ ഒരു സ്റ്റഡി പ്ലാന്
ഈ ഒരു സെക്ഷനിൽ നിന്ന് സ്ക്രീൻഷോട്ട് എടുക്കാവുന്നതാണ്. അല്ലെങ്കിൽ നിങ്ങൾ റൈറ്റ് ചെയ്ത് ചുമരിലൊക്കെ ഒട്ടിച്ച് ബെസ്റ്റായിട്ട് ഇരുന്ന് പഠിക്കാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ 2 ദിവസം നമ്മൾ നമ്പർ സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഒരു വാസ്റ്റ് ആയിട്ടുള്ള ഏരിയ ആണ്. അതുകൊണ്ട് 2 ദിവസം നമ്മൾ നമ്പർ സിസ്റ്റത്തിന് കൊടുത്തിട്ടുണ്ട്. കോഡിങ്, ഡീകോഡിങ്, അതുപോലെ അടുത്ത ദിവസം ബയോളജി ഉണ്ട്. പിന്നെ PYQ സെക്ഷനും ഉണ്ടാവും. ഡേ 5 HCF LCM ഉണ്ട്. ഡേ 6 ആവറേജസ് ഉണ്ട്. ഡേ 7 പെർസെൻറ്റേജ് ആണ്. പെർസെൻറ്റേജും ഇച്ചിരി വാസ്റ്റ് ആയിട്ടുള്ള ടോപ്പിക് ആയതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു, 2 ഡേയ്സ് ആണ് പെർസെൻറ്റേജിന് കൊടുത്തിട്ടുള്ളത്. റേഷ്യോ പ്രപ്പോർഷനും അതുപോലെ 2 ദിവസമുണ്ട്. അതേ ഡേയ്സിൽ വരുന്ന റീസണിങ്ങിലാണെങ്കിൽ ഡയറക്ഷൻ ടെസ്റ്റ് 2 ഡേയ്സ്, റിലേഷൻഷിപ്സ് 2 ഡേയ്സ്, സിലോജിസം 2 ഡേയ്സ്, കലണ്ടർ 2 ഡേയ്സ്. അങ്ങനെ ഒരു 10 ഡേയ്സ് ആകുമ്പോൾ തന്നെ നമ്മൾ എന്ത് ചെയ്യും, ബേസിക് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാൻ തുടങ്ങും അല്ലേ. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുക, ഏജസ്, പാർട്ട്ണർഷിപ്പ്, ടൈം ആൻഡ് വർക്ക് 2 ഡേയ്സ്, പൈപ്പ് ആൻഡ് സിസ്റ്റേണ് ഒരു ചെറിയ ടോപ്പിക് ഏരിയ ആണ്, അതുകൊണ്ട് 1 ദിവസം മതിയാവും. ടൈം ആൻഡ് ഡിസ്റ്റൻസിന് 2 ഡേയ്സ് കൊടുക്കുക. പിന്നെ ട്രെയിനും ബോട്ട് ആൻഡ് സ്ട്രീമും അതും ഇതുപോലെ 2 ഡേയ്സ് കൊടുക്കാം. പിന്നെ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്, സിമ്പിൾ ഇൻട്രസ്റ്റ് വരുമ്പോൾ ഓരോ ഡേയ്സ് വെച്ച് കൊടുത്താൽ മതിയാവും. ഇനി അതുപോലെ തന്നെ നമ്മൾ ജനറൽ അവയർനെസ് അതിയായ ഒരു ഇമ്പോർട്ടൻസ് കൊടുത്ത് തന്നെ നമ്മൾ ഈ ടോപ്പിക്സ് കവർ ചെയ്യാൻ നോക്കുക. ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, ഇങ്ങനെ ഓരോ ഓർഡറിൽ എന്താണോ കൊടുത്തിട്ടുള്ള അതേ ഒരു ടോപ്പിക് വൈസ് തന്നെ നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്യാൻ നോക്കണം. അതുപോലെ തന്നെ കൺസിസ്റ്റൻസിയാണ് ഏറ്റവും പ്രധാനമായിട്ട് വേണ്ടത്. ഒരു ദിവസം നിങ്ങൾ ഒരു 3 മണിക്കൂർ, അടുത്ത ദിവസം നിങ്ങൾ 1 അവർ 2 അവർ, ചില ദിവസം നോക്കാതെ പോവുക, അങ്ങനെ ഒരു സംഭവം വരരുത്. ജോലിയാണോ നിങ്ങളുടെ ലക്ഷ്യം, ഉറപ്പായി ഒരു സ്റ്റഡി പ്ലാൻ പെർഫെക്റ്റ് ആയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, കീപ്പ് ചെയ്ത് കൊണ്ടുപോവുക. അപ്പോൾ 2 hours നിങ്ങൾ എന്നും ഒരു ജനറൽ അവയർനെസ് പഠിക്കാൻ വേണ്ടി കൊടുക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് എക്സാമിന് മുന്നേ പോർഷൻസും കവർ ചെയ്യാൻ പറ്റും, അതുപോലെ തന്നെ റിവിഷൻസും സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, അത് കഴിഞ്ഞ് ഒരു 45 days ആണ് അടുത്ത് വരുന്നത്. എസ്സേയും CAയും കൂടെ മിക്സഡ് ആയിട്ട് വരുന്ന ടോപ്പിക് നോക്കുക. അനലിറ്റിക്കൽ റീസണിങ് ആണ് അടുത്ത റീസണിങ്ങിൻ്റെ സെഷനിൽ. പിന്നെ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, അങ്ങനെ അടുത്തടുത്ത ദിവസങ്ങളിൽ ഓർഡറിൽ തന്നെയാണ് പോകുന്നത്. ഓക്കെ, അടുത്ത ഇവിടെ ഞാൻ ഇനി ബാക്കി പറയുന്നില്ല, നിങ്ങൾ നോക്കിയാൽ മതി. കറക്റ്റ് ഒരു ഡേ 45 ആകുമ്പോൾ തന്നെ കറക്റ്റ് നിങ്ങൾ എന്ത് ചെയ്യും, സിലബസ് ഒക്കെ ഒന്ന് കവർ ചെയ്ത് വരും അല്ലേ. സിലബസ് എല്ലാം ഒന്ന് കവർ ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യേണ്ട കാര്യമാണ് മോക്ക് ടെസ്റ്റ്. മോക്ക് ടെസ്റ്റ് ആണ് നിങ്ങൾ അടുത്ത് ഒരു 45 days കൊണ്ട് നിങ്ങൾ സിലബസ് കവർ ചെയ്യും. ഈ സ്റ്റഡി പ്ലാൻ നിങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ ഒരു 45 days കൊണ്ട് തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് സിലബസ് കവർ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങളുടെ വീക്സ് സെക്ഷണൽ നമ്മൾ മോക്കും അല്ലാതെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല ഇതുവരെ, ജസ്റ്റ് PYQ മാത്രമേ ക്വസ്റ്റ്യൻസ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ അതിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് എന്ത് മനസ്സിലാവും, എന്തൊക്കെ ഏരിയ ആണ് എനിക്ക് വീക്കായിട്ടുള്ളത്, എന്തൊക്കെ ഭാഗമാണ് എനിക്ക് പഠിക്കാൻ പറ്റാത്തത്, അങ്ങനെ ഒരു നിങ്ങൾക്ക് കറക്റ്റ് ഫോളോ ചെയ്യുന്ന ഒരാൾക്ക് സ്വന്തമായിട്ട് അനലൈസ് ചെയ്ത് അതെടുക്കാൻ പറ്റും. അങ്ങനെ വരുന്ന സമയത്ത് അടുത്ത് നിങ്ങൾ പറയേണ്ടത് റിവിഷൻ. എന്തൊക്കെയാണോ നിങ്ങൾ പഠിച്ചിട്ടുള്ളത് അതിൻ്റെ റിവിഷനാണ് എവിടെ വരുന്നത്, ഒരു 45 days കഴിഞ്ഞാൽ എടുക്കേണ്ട കാര്യം. അതിൻ്റെ കൂടെ ഏതൊക്കെയാണോ വീക്ക് ഏരിയാസ് ആ വീക്ക് ഏരിയാസിൻ്റെ എന്ത് ചെയ്യുക, സെക്ഷണൽ മോക്കുകൾ വരുന്ന ദിവസങ്ങളിൽ ചെയ്യുക. അതിൻ്റെ കൂടെ പോകേണ്ട കാര്യം എന്തായിരിക്കും, അതെ, ജനറൽ അവയർനെസ്. GK ഒരിക്കലും നിങ്ങൾ സ്റ്റോപ്പ് ചെയ്ത് കണ്ടിന്യൂസ് ആയിട്ട് പഠിക്കുകയും റിവൈസും കൂടെ ചെയ്താലേ GK നിങ്ങളുടെ തലയിൽ നിൽക്കത്തുള്ളൂ. ഓക്കെ അല്ലേ. അങ്ങനെ നമ്മൾ എന്ത് ചെയ്യുക, 45 days ആയി. അത് കഴിഞ്ഞ് ബാക്കിയുള്ള ഡേയ്സിൽ ഒരു 60 to 65 days വരെ നമ്മൾ എന്ത് ചെയ്യുക, ഒറ്റ മോക്ക് മാത്രം ചെയ്യാം. ഒരു 65 days കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം, 2 മോക്ക് വെച്ച് ചെയ്യണം. 1, 2 ഓരോ മോക്ക് വെച്ചാണ് നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത്. ഒരു 65 days കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുക, 2 മോക്ക് വെച്ച് ചെയ്തു തുടങ്ങാം. 2 മോക്ക് വെച്ച് എക്സാം എന്നാണോ തുടങ്ങുന്നത് അല്ലെങ്കിൽ എക്സാമിൻ്റെ ഡേറ്റിൻ്റെ തലേന്ന് വരെ നമുക്ക് എന്ത് ചെയ്യണം, 2 മോക്ക് വെച്ച് ഒരു 90+ എങ്കിലും ഒരു എയിം ഇട്ട് നമ്മൾ എന്ത് ചെയ്യുക, മോക്ക് ചെയ്തു തുടങ്ങുക. മോക്ക് ചെയ്തുകൊണ്ടേ ഇരിക്കാം. പിന്നെ എന്ത് ചെയ്യുക, വീക്ക് ഏരിയ നമ്മൾ എപ്പോഴും കൈവിടരുത്. വീക്ക് ഏരിയ നമ്മൾ അതിൻ്റെ കൂടെ പ്രാക്ടീസ് ചെയ്തുകൊണ്ട് പോകണം. പിന്നെ എന്ത് ചെയ്യുക, ജനറൽ അവയർനെസ്സിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു. നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് റീഡ് ചെയ്യുകയും കണ്ടിന്യൂസ് ആയിട്ട് റിവൈസ് ചെയ്യുകയും ചെയ്താൽ മാത്രമേ ജനറൽ അവയർനെസ് നമ്മുടെ മൈൻഡിൽ നിൽക്കത്തുള്ളൂ. അങ്ങനെ നമ്മൾ എന്ത് ചെയ്യുക, ടിൽ നമ്മുടെ എക്സാം ഡേറ്റ് വരെ, വീണ്ടും പറയുന്ന എക്സാം ഡേറ്റ് വരെ നമ്മൾ മോക്കും അതുപോലെ തന്നെ 2 മോക്ക് ചെയ്യുക, സെക്ഷണൽ മോക്ക് ചെയ്യുക, പ്രാക്ടീസ് വീക്ക് ഏരിയകളെ പ്രാക്ടീസ് ചെയ്ത് കൊണ്ടുപോവുക. കൂടുതൽ
ജനറൽ അവയർനെസ്സിനെ റീഡ് ചെയ്യുകയും റിവൈസ് ചെയ്യുകയും ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ എജുബിയിൽ RRB NTPCയുടെ ഓഫ്ലൈനും ഓൺലൈൻ ബാച്ചസുകളും സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. November 5th നമ്മുടെ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത്. 4 months ആണ് നമ്മുടെ ഡ്യൂറേഷൻ വരുന്നത്. പക്ഷെ വാലിഡിറ്റി എന്ന് പറയുന്ന ലൈഫ് ടൈം വാലിഡിറ്റി ആണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. 8600 പരം വാക്കൻസികളാണ് ഇപ്രാവശ്യം NTPC റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. സോ ഈ ഒരു അവസരം ആരും പാഴാക്കരുത്. നമുക്ക് ബാച്ചിനെ കുറിച്ച് കൂടുതൽ അറിയാൻ വേണ്ടിയിട്ട് ഈ കാണുന്ന നമ്പറിൽ എന്ത് ചെയ്യുക, കോൺടാക്ട് ചെയ്യുക. അപ്പോൾ എല്ലാവരും എക്സാമിന് വേണ്ടി നല്ല ഡീപ്പായിട്ട് പഠിക്കുക. എക്സാം എല്ലാവർക്കും ക്രാക്ക് ചെയ്യാൻ പറ്റട്ടെ. സ്റ്റഡി പ്ലാൻ നല്ലപോലെ ഫോളോ ചെയ്ത് ഫോക്കസ് ചെയ്ത് പഠിക്കുക. ഓക്കെ, താങ്ക് യു.